തീർച്ചയായിട്ടും ഒരതിക്രമവും വെച്ച് പൊറപ്പിക്കാൻ പാടില്ല. പോലീസ് സേനയിൽ നിന്നല്ല, എവിടെയും ഒരതിക്രമവും വെച്ച് പൊറപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് പോലീസ് സേന തന്നെ സംജാതമായിരിക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ദൈവമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ കാണിക്കാൻ പറ്റാത്ത 5.5 ലക്ഷത്തോളം ഏക്കർ കേരളത്തിലുണ്ട് എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ സർക്കാർ ഭൂമിയാണെന്നാണ് ഞാൻ കണ്ടു മനസ്സിലാക്കിയത്. സാർ, ഇദ്ദേഹം വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല സാർ, ഇദ്ദേഹം ആരാണെന്ന് ആനയ്ക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞു പോയി. പോലീസിലേക്ക് വരുമ്പോൾ ഇപ്പം ഈ അടുത്തായിട്ട് പോലീസിനെ പറ്റി കുറച്ച് പരാതികൾ വരുന്നത് പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മരണം. ഇപ്പോൾ ഒരു ആദിവാസി യുവാവിൻ്റെ മരണമുണ്ടായി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ. അതുപോലെ ചില സ്ഥലത്തുള്ള പെരുമാറ്റങ്ങൾ അത് അവരുടെ സ്ട്രെസ് എന്ന് വരുന്നതാണോ, അല്ലെങ്കിൽ എന്താണ് ഇത് മാറ്റാൻ പറ്റാത്തത്? ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്താ മാറ്റാൻ പറ്റാത്തത്? മാറ്റാൻ പറ്റുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്നാമത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മാറ്റം മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പോലീസ് സേനയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് വളരെ സന്തോഷകരമായിട്ട് തോന്നുന്നൊരു കാര്യം. ഈ കസ്റ്റഡി മരണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഭാരതത്തിൽ മാത്രമുള്ളൊരു പ്രത്യേകതയുണ്ട് കസ്റ്റഡി മരണങ്ങളുടെ നിർവചനത്തെക്കുറിച്ച്. ഒരു വ്യക്തി പോലീസിൻ്റെ പരിധിയിൽ എന്ന് പറഞ്ഞാൽ പോലീസിന് കയ്യെത്താവുന്ന ദൂരത്ത് വന്നിട്ട് അയാൾക്ക് ഏത് തരത്തിൽ എന്ത് സംഭവിച്ചാലും അത് നമ്മുടെ നാട്ടിൽ കസ്റ്റഡി മരണമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കസ്റ്റഡി മരണങ്ങൾ തീരില്ല. ഇപ്പം ഞാൻ പറഞ്ഞതിനർത്ഥം ഇപ്പോൾ നടന്ന കസ്റ്റഡി മരണം ശരിയോ തെറ്റോ എന്നുള്ളതിനെക്കുറിച്ചല്ല. പൊതുവേ കസ്റ്റഡി മരണത്തെക്കുറിച്ചുള്ള വിവക്ഷയെക്കുറിച്ചും നിർവചനത്തെക്കുറിച്ചുമാണ് ഞാൻ പറയുന്നത്. ജയിലിൽ നടക്കുന്ന എല്ലാ മരണങ്ങളും കസ്റ്റഡി മരണങ്ങളാണ്. കാരണം അവർ കസ്റ്റഡിയിലാണ്. മുൻപ് ഞാൻ കോട്ടയത്ത് SP ആയിരുന്നപ്പോൾ ഒരു അനുഭവം എനിക്ക് ഓർമ്മയുണ്ട്. ഒരു വാറണ്ട് കേസിലെ പ്രതി, ചെക്ക് കേസിലെ വാറണ്ടാണ് അത്. ആ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിന് SP-ക്ക് നേരിട്ട് കോടതിയുടെ വിമർശനം ഉയർന്നതിന് ശേഷം ഈ പറഞ്ഞ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കർശന നിർദ്ദേശം SP കൊടുത്തതിൻ്റെ പുറത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ട് പാർപ്പിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പണമിടപാട് കേസിൽ പെട്ടുപോയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം വന്ന് പോലീസ് സ്റ്റേഷനിൽ കിടന്നുറങ്ങി. സുഖമായി ഉറങ്ങിയിരുന്ന മനുഷ്യൻ രാത്രി 10 മണിയായിട്ട് എഴുന്നേൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പോലീസുകാർ വിളിച്ചുണർത്താൻ ശ്രമിച്ചപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം അബോധാവസ്ഥയിലായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഷുഗറിന് മരുന്ന് കഴിക്കാൻ മറന്നുപോയി. പോലീസ് വന്ന വെപ്രാളത്തിൽ അദ്ദേഹത്തിനെ എടുത്തുകൊണ്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും അദ്ദേഹത്തിന് വേണ്ടി അനവരതം അധ്വാനിക്കുകയും ചെയ്തിരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്, ഒരുപാട് പേര് ആ പോലീസ് ഉദ്യോഗസ്ഥർ വഴിപാടൊക്കെ കഴിച്ചിരുന്നു പറഞ്ഞു, ഒരുപാട് ദൈവങ്ങൾക്ക് അറിയാവുന്ന പള്ളിയിലേക്കും ക്ഷേത്രങ്ങളിലേക്കുമൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരാൾ മരണപ്പെട്ടാലും പോലീസിൻ്റെ നേരെ വിരൽ ചൂണ്ടുന്നൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതും കസ്റ്റഡി മരണമാണ്. ഇതര രാജ്യങ്ങളിൽ പലയിടത്തും പോലീസ് അതിക്രമം വന്ന് മരണപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കസ്റ്റഡി മരണം എന്നുള്ളൊരു നിർവചനത്തിൻ്റെ പരിധിയിലേക്ക്. ഇത് അതിക്രമമാണോ അല്ലയോ, മെൻ്റൽ ടോർച്ചറിങ് കൊണ്ട് ഭയന്നിട്ടാണോ സൂയിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് പോകുന്നത്? ഇത് എങ്ങനെ അറിയാൻ പറ്റും? നമ്മുടെ എത്ര ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. അത് അറിയുന്നതിന് മുമ്പ് തന്നെ പോലീസുകാർ പ്രതിസ്ഥാനത്താണ് ഇവിടെ. ഇപ്പോൾ അറിയാനുള്ള ബാധ്യത തീർച്ചയായിട്ടും ഒരതിക്രമവും വെച്ച് പൊറപ്പിക്കാൻ പാടില്ല. പോലീസ് സേനയിൽ നിന്നല്ല, എവിടെയും ഒരതിക്രമവും വെച്ച് പൊറപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് പോലീസ് സേന തന്നെ സംജാതമായിരിക്കുന്നത്. അപ്പോൾ പോലീസ് സേനയിൽ ഒരിക്കലും വേലി തന്നെ വിളവ് തിന്നാൻ പാടില്ലല്ലോ. ഒരു കാരണവശാലും ഒരു അതിക്രമത്തിനും പോലീസുകാർ കാരണഭൂതരാവരുത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു പോലീസ് സേനയും സമൂഹവും ഒരു ഭരണഘടനയും ഒക്കെ നമുക്കുണ്ട്. പക്ഷെ അവിടെയും സംഭവിക്കുന്നൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ആരോപണത്തിൻ്റെ പ്രതിസ്ഥാനത്ത് പോലീസുകാരാണ് എന്നുള്ള വിവക്ഷയോടുകൂടി, ഒരു മുൻകൂട്ടിയുള്ള വിവക്ഷയോടുകൂടി ആ സംഭവത്തെ കാണുന്ന ഒരു സമൂഹ വിവക്ഷ നമുക്കുണ്ട്. അത് അനാശാസ്യമാണ്. പോലീസുകാരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലാണ് അതിൻ്റെ പോക്ക്. ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്ത് പറ്റുന്നു എന്ന് വെച്ചാൽ പലപ്പോഴും വഴിയിൽ വീണ് കിടക്കുന്ന ഒരു വ്യക്തിയെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വരെ മറ്റാരും കൂടെ ഇല്ലെങ്കിൽ, സാക്ഷികളില്ലെങ്കിൽ പോലീസുകാർ മടിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇത് ആശാസ്യകരമല്ല. നമ്മുടെ സമൂഹത്തിന് ഇത് നല്ല പ്രവണതയല്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പോലീസിൽ അടിസ്ഥാനപരമായി വിശ്വാസമില്ലാത്ത രീതിയിലാണ് പോലീസിൻ്റെ നിയമങ്ങൾ പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയിരിക്കുന്നത്. ബ്രിട്ടീഷുകാരനെ വിശ്വസിക്കാൻ പറ്റാത്ത, അതായത് ഒരു മേൽക്കോയ്മ, എന്താ പറയുക, ധാർഷ്ട്യത്തോടു കൂടി ഒരു രാജ്യത്തിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിച്ച ഒരു ജനതയ്ക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു പോലീസ് സേനയായിരുന്നു അന്ന്. എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചാണ് എല്ലാം അങ്ങനെയായിരുന്നു. അപ്പോൾ അവിടെ
ഈ ആഞ്ഞ് ചവിട്ടുന്ന പരേഡ് തന്നെ പോലീസുകാർക്ക് വേണ്ടി ആവിഷ്കരിച്ചതെന്ന് ബ്രിട്ടീഷുകാരനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലിൻ്റെ ഉപ്പൂറ്റിയിൽ വരുന്ന ആഘാതം തലയ്ക്ക് നേരിട്ട് ബാധിക്കുകയും അവൻ ചിന്തിക്കാതെ പ്രവർത്തിച്ചോളും എന്നുള്ള ഉറപ്പുകൊണ്ടാണ്. ബ്രിട്ടീഷുകാരനെ ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ വേണ്ടി പഠിപ്പിച്ചിരുന്ന ഒരു നിയമസംഹിതയിലൂടെയാണ് അന്നത്തെ പോലീസിനെ വാർത്തെടുത്തിരുന്നത്. അവിശ്വാസത്തിൻ്റെ പ്രതീകമായിരുന്നു. നമ്മളെന്തിനാ അതൊക്കെ തുടരുന്നു? അച്ചടക്കത്തിന്റെ ഇത് ഞങ്ങൾ കുറേ കാലമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് ഇപ്പോഴും ബ്രിട്ടീഷ് പോലീസുകാരൻ ഒരു സീൻ ഓഫ് ക്രൈമിൽ ചെന്നിട്ട് ഈ കേസ് അന്വേഷണം വിധേയമാകാൻ യോഗ്യമല്ല എന്നൊരു കോൺസ്റ്റബിൾ എഴുതി വെച്ചാൽ ആരും അത് ചോദ്യം ചെയ്യാൻ ഒരു നിയമവ്യവസ്ഥയ്ക്കും കോടതിക്കും അവിടെ അധികാരമില്ല എന്നിരിക്കെ ഇവിടെ എൻ്റെ DGP അല്ലെങ്കിൽ എന്നെ പോലൊരു ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ എഴുതി വെക്കുന്ന ഒരു മൊഴി പോലും കോടതിയിൽ വിശ്വാസ്യകരമായ തെളിവായിട്ട് സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ ഒരു അവസ്ഥാവിശേഷമാണ്. ഇത് മാറണം. പോലീസിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് കൂടണം. പോലീസ് സുഹൃത്തുക്കളാണെന്നുള്ള തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടാവണം. ആ തിരിച്ചറിവിന് എവിടെയെങ്കിലും ഭ്രംശമുണ്ടായാൽ നമുക്ക് കൂട്ടായിട്ട് അവയെ നേരിടാം. ഈ പോലീസിന് ഈ എന്താ പറയുക, പൊതുവിൽ വരുന്ന അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഈ പൊതുബോധം ഒരു പ്രഷറായിട്ട് മാറുന്നുണ്ട്. ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ വെച്ച് ചോദിക്കും. ഒന്ന് വേടൻ്റെ കേസ്, ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. രണ്ടാമത്തത് വിനായകൻ്റെ കേസ്. ഇത്തരം കേസുകളിലൊക്കെ ഒരു പബ്ലിക് ഒപ്പീനിയൻ അല്ലെങ്കിൽ ആളുകൾ സൃഷ്ടിക്കുന്ന പൊതുബോധം, ഇതെല്ലാം പോലീസിനൊരു സ്ട്രെസ്സാണോ അല്ലെങ്കിൽ പരിമിതിയാണ്? ഞാൻ ഈ കേസുകളെ കുറിച്ച് പരാമർശിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതെല്ലാം അന്വേഷണ വിധേയമായ കേസുകളാണ്. ഞാൻ ഈ പൊതുബോധത്തെക്കുറിച്ച് മാത്രം ഞാൻ സംസാരിക്കാം. ദ സൊസൈറ്റി ഗെറ്റ്സ് ദ പോലീസിങ് ഇറ്റ് ഡിസേർവ്സ് എന്നാണ് പോലീസിനെ കുറിച്ചുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബീഹാറിലെ പോലീസിങ് അല്ല കേരളത്തിലേത്. രണ്ടും ഒരു രാജ്യമാണ്. അല്ലെങ്കിൽ UP പോലീസിങ് അല്ല കേരളത്തിലെ. അപ്പം UP പോലീസിങ് കേരളത്തിനേക്കാൾ മെച്ചമാണെന്നോ അല്ലെങ്കിൽ കേരളത്തിലെ പോലീസിങ് UP മോശമാണെന്നുള്ള ഒരു വ്യംഗ്യത്തിലേക്കല്ല എൻ്റെ പരാമർശം പോകുന്നത്. അവിടെ പറഞ്ഞതിനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജനങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു അതാണ് പൊതുബോധം എന്ന് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. കേരളത്തിൽ 7 ലക്ഷം ഒരു വളരെ എന്താ പറയുക അപകടകരമായ ഒരു അനാലിസിസ് ഒരു പത്രത്തിൽ വന്നത് ഞാൻ മുമ്പ് വായിച്ചിരുന്നു. കേരളത്തിൽ ഒരു കൊല്ലം 7 ലക്ഷം FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. UP കേവലം 2 ലക്ഷത്തിനടുത്താണ് FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് UP ക്രമസമാധാനം കേരളത്തെക്കാൾ ഭദ്രമാണ് എന്നുള്ളൊരു വിവക്ഷയിലേക്ക് എത്തിയ ഒരു അനാലിസിസ്. അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊലപാതകങ്ങൾ വരെ പറഞ്ഞു തീർക്കുകയാണ്. എന്നാൽ ഇവിടെ അയൽവക്കത്തുനിന്ന് ഇങ്ങോട്ട് നോക്കി ഒന്ന് ചീത്ത വിളിച്ചാൽ അതുപോലും ഒരു കേസന്വേഷണമായി മാറുകയാണ് കേരളത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു വ്യക്തിനിബദ്ധമായിട്ടുള്ള രീതിയിൽ നിയമത്തെ വ്യാഖ്യാനിച്ച് എൻ്റെ റൈറ്റ്സ് എന്ന് പറഞ്ഞതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലമായി കേരളം മാറുമ്പോൾ അവിടെ പലപ്പോഴും കുടുംബത്തിൻ്റെ മഹാത്മ്യം, ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൻ്റെ അഭിമാനം എന്നുള്ള വിവക്ഷയിലാണ് അവരുടെ നിയമവ്യവസ്ഥ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്നിടത്ത് പോലീസും അതിനാൽ നിർബന്ധിതരാകുകയാണ് ഈ 2 ലക്ഷം FIRകൾ ഒതുങ്ങാനായിട്ട്. അപ്പോൾ അവിടെ ഒരുപാട് FIRകൾ പരാതി വന്നാൽ പോലും പരാതി ഇല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. ഇവിടെ പരാതി ഇല്ലെങ്കിലും അന്വേഷിച്ച് പോയി കേസെടുക്കുന്ന പോലീസ്. അപ്പം ഇങ്ങനെ ഈ പൊതുബോധത്തിലുള്ള അവിടുന്നും ഇവിടെയുമുള്ള വ്യത്യാസം അനുസരിച്ച് തീർച്ചയായിട്ടും പോലീസിങ്ങിൻ്റെ അത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. കാരണം പോലീസ് സമൂഹത്തിനൊരു പരിച്ഛേദം മാത്രമാണ്. സമൂഹത്തിൽ ഉണ്ടാകുന്ന സാമൂഹ്യ വ്യവസ്ഥിതി അല്ലെങ്കിൽ സമൂഹ മനസാക്ഷിക്ക് നിരക്കാത്ത രീതിയിലുള്ള പ്രവൃത്തികളെ തിരുത്താൻ വേണ്ടി സമൂഹം തന്നെ നിർമ്മിച്ച ഒരു ഉപാധി മാത്രമാണ് പോലീസ്. അതിന് നിയമത്തിൻ്റെ ഉപകരണമാണ് പോലീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം അതുകൊണ്ട് എന്താണോ പൊതുബോധം അതിന് തീർച്ചയായും പോലീസിങ്ങിലായാലും പോലീസിൻ്റെ നിയമനിർമ്മാണ വ്യവസ്ഥയിലായാലും ഒക്കെ നിർണായകമായ പങ്ക് വഹിക്കേണ്ടി വരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. സമൂഹത്തിൽ നിന്നോ സമൂഹത്തിൻ്റെ പൊതുബോധത്തിൽ നിന്നോ വളരെ വ്യത്യസ്തമായ ഒരു പോലീസിങ് എവിടെയും കാഴ്ചവെക്കാൻ അങ്ങനത്തെയുള്ള പോലീസിങ് നിലനിൽക്കില്ല. അങ്ങനെയൊരു നിയമം ഒരുപാട് നിയമങ്ങൾ നിർമ്മിച്ചാൽ പോലും ആ നിയമങ്ങൾ നടപ്പാക്കുന്ന രീതി ഇപ്പം UP കേരളത്തിലും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരേ നിയമങ്ങളാണ്. ഇപ്പം BNS അല്ലെങ്കിൽ മുമ്പ് IPC എന്ന് നമ്മൾ പറഞ്ഞിരുന്ന സാധനം അവിടെയും ഒരുപോലെയാണ് ഇവിടെയും ഒരുപോലെയാണ്. പക്ഷേ നടപ്പാക്കുന്ന രീതി രണ്ടും 2 രീതിയിലായിരിക്കും. അതിന് കാണുന്ന കാർക്കശ്യബോധം 2 രീതിയിലാണ്. അപ്പോൾ ഇത് ഈ പൊതുബോധത്തിൻ്റെ സ്വാധീനം തന്നെയാണ്. പക്ഷേ കേസുകൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന കാര്യത്തിലോ അറസ്റ്റ് നടത്തുന്ന കാര്യത്തിലൊക്കെ അങ്ങനെ ഒരു പൊതുബോധം നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനോട് പൂർണ്ണമായി യോജിക്കാൻ സാധിക്കില്ല. അപൂർവം ചില ഉദ്യോഗസ്ഥരെ അങ്ങനെയുള്ളൊരു സ്വാധീനം ഉണ്ടായിരുന്നു കണ്ടാൽ അവരെ തിരുത്താറാണ് നമ്മുടെ പോലീസ് വ്യവസ്ഥിതി ചെയ്യാറുള്ളത്. നമ്മളൊരിക്കലും അതിനനുസരിച്ച് ആയിക്കോട്ടെ എന്ന് വെച്ച്
നമ്മൾ നിയമാനുസൃതം തന്നെ പ്രവർത്തിക്കണമെന്ന് ശഠിക്കുന്ന ഒരു പോലീസ് സേനയാണ് നമുക്കുള്ളത്. അതിൽ നിന്ന് ഒരുപാട് വ്യതിചലനമൊന്നും ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള ഏതെങ്കിലും 1-2 സന്ദർഭങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താറാണ് പോലീസ് സേന ചെയ്യാറുള്ള പതിവ്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ ജീവിതം മരിച്ചു കഴിഞ്ഞാലും കോടതിയിൽ അല്ലെങ്കിൽ ആ കേസുമായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഹാജരാവേണ്ട പോലെ ഇത്രയും, അതായത് റിട്ടയർഡ് ആയാലും രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെ ആണ് കെട്ടിയിടപ്പെട്ട പോലെയുള്ള ലൈഫാണ്. പറഞ്ഞാൽ ഈ IPS വരുമ്പോൾ ഇപ്പോൾ സാറ് ഇങ്ങനെ ഡയറക്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ടല്ലല്ലോ, അതിൻ്റെ ടീം ലീഡറായിട്ടല്ലേ ഉണ്ടാവുക. സാറിനും അതേ പ്രശ്നമുണ്ടോ? ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ദൈവമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭൂമിയിൽ നമ്മൾ ദൈവം എന്നൊരു സങ്കല്പം ഉണ്ടെങ്കിൽ, ഇപ്പം കാർലൈൽ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇഫ് ദർ ഇസ് നോ ഗോഡ് ഇറ്റ് വിൽ ബി നെസസറി ടു ഇൻവെൻറ്റ് വൺ. ഒരു ദൈവമില്ലെങ്കിൽ ഒരു ദൈവത്തെ സൃഷ്ടിക്കേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞില്ലേ. അങ്ങനെയുള്ള സമൂഹത്തിൻ്റെ സൃഷ്ടി ആയിട്ടുള്ള ദൈവങ്ങൾ പോലീസുകാരുടെ, അന്വേഷണ ഉദ്യോഗസ്ഥരായ പോലീസുകാരുടെ രൂപത്തിൽ ഈ നാട്ടിൽ വിലസുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. അവരുടെ പേര് ഞാൻ പരാമർശിച്ച് ശരിയല്ലെങ്കിലും വളരെ പ്രശസ്തനായിട്ടുണ്ടായിരുന്ന സുപ്രീം കോടതിയിലെ ഒരു ജസ്റ്റിസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ വൈകുന്നേരം വീട്ടിൽ റെസ്റ്റ് എടുക്കുന്നത് ഞാനൊക്കെ എന്താ പറയുക, ട്രെയിനിങ് തുടങ്ങുന്നതിന് മുമ്പ് കേട്ടിട്ടുള്ള കഥയാണ്. ആ ട്രെയിനിങ് സമയത്ത് കേട്ട കഥയാണ്. അദ്ദേഹത്തിനെ കാണാനായിട്ട് പലരും വരും. ആരെയും അദ്ദേഹം കാണാൻ നോർമലി അനുവദിക്കാറില്ല. ന്യായാധിപന്മാരുടെ ഒരു രീതി അങ്ങനെയാണല്ലോ. പക്ഷേ വളരെ പ്രായമുള്ളൊരു സ്ത്രീ അങ്ങ് ഉത്തരാഖണ്ഡിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു, ഉത്തരാഞ്ചലിൽ നിന്ന് വന്ന ഒരു സ്ത്രീയാണ്, കാണണമെന്ന് ശാഠ്യം പിടിക്കുന്നു. 10-80 വയസ്സോളം പ്രായമുള്ളൊരു സ്ത്രീയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവരെ കാണാൻ അനുവദിച്ചെന്നൊരു കഥയുണ്ട്. കാണാൻ അനുവദിച്ചപ്പോൾ അവർ മുമ്പിൽ വന്നിട്ട് തൊഴുതുകൊണ്ട് പറഞ്ഞു, അങ്ങേക്ക് ശതകോടി പ്രണാമം, ആപ്ക ലാഖ് ലാഖ് ശുക്രേ, ഒരുപാട് നന്ദിയുണ്ട് അങ്ങയോട്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകൻ 20 വർഷമായിട്ട് അവൻ ചെയ്യാത്ത ഒരു കൊലപാതകത്തിന് അവൻ പ്രതിയായിട്ട് കേസുകളുമായി നടക്കുകയായിരുന്നു. അങ്ങിന്ന് അവന് വിടുതൽ കൊടുത്തു. അവൻ്റെ നിരപരാധിത്വം അങ്ങ് തിരിച്ചറിഞ്ഞു. അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. അപ്പോൾ അദ്ദേഹത്തെല്ലാം സാധാരണ കേൾക്കുന്ന വരി ഒരു പ്രത്യേകതയില്ലാതെ കേട്ടുകൊണ്ടിരുന്നു. അവർ അമ്മ വന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞു മകൻ അവിടെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞു മകൻ പിൽക്കാലത്ത് വലിയൊരു ജഡ്ജിയായി. അദ്ദേഹം ഇപ്പോൾ സർവീസ് വിരമിച്ച ആളാണ്. അപ്പം ഈ കുഞ്ഞിനെ കണ്ട ഉടനെ ഈ മുതിർന്ന അമ്മയുടെ അനുഗ്രഹം, ആപ്കാ ബേട്ടാ ഹൈ, ജി ഹമാരാ ബേട്ടാ ഹൈ, എൻ്റെ മകനാണ്, ലാഖ് ലാഖ് ശുക്ര. പിന്നെ അവർ പറഞ്ഞു, എന്നിട്ട് അവർ പറഞ്ഞു, ആപ്കാ ബേട്ട ദാരോഗ ബനെ, അങ്ങയുടെ മകൻ ഇൻസ്പെക്ടർ ആവട്ടെ എന്ന് പറഞ്ഞു. അത് വളരെ കൗതുകകരമായിട്ടുള്ളൊരു ഒരു അനുഗ്രഹമാണ്. കാരണം ഇപ്പം അദ്ദേഹം അതുവരെ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാതെ ഇത് കേട്ടുകൊണ്ടിരുന്ന അദ്ദേഹം ചോദിച്ചു, അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? എൻ്റെ മകൻ എന്നേക്കാൾ വലിയവനാവണം എന്നല്ലേ അമ്മ ആഗ്രഹിക്കേണ്ടത്? അമ്മ എന്തുകൊണ്ടാണ് ദാരോഗയാവണം എന്ന് എൻ്റെ മകനെക്കുറിച്ച് പറഞ്ഞു? ഇൻസ്പെക്ടറായാൽ മതിയോ എൻ്റെ മകൻ? ഞാൻ ഒരു സുപ്രീം കോടതി ജസ്റ്റിസ് ആകുമ്പോൾ അതിന് മുകളിൽ ഇന്ത്യൻ പ്രസിഡന്റ് ആവണമെന്നൊക്കെയല്ലേ അമ്മ ആഗ്രഹിക്കേണ്ടത്? എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, 20 വർഷം മുമ്പ് അവിടെ ഒരു ഇൻസ്പെക്ടർ പറഞ്ഞു, ഈ മകൻ പ്രതിയാണ്. ഞാൻ മകനോട് ചോദിച്ചു. മകൻ പറഞ്ഞു, ഞാൻ പ്രതിയല്ല, ഞാൻ ചെയ്തിട്ടില്ല. അവൻ്റെ വാക്ക് എനിക്ക് വിശ്വാസമായിരുന്നു. അപ്പം അന്ന് വേറൊരാൾ വന്ന് എന്നോട് പറഞ്ഞു, ആ ഇൻസ്പെക്ടർക്ക് ഒരു 500 രൂപ കൊടുത്താൽ അദ്ദേഹം നിങ്ങളുടെ മകനെ ഒഴിവാക്കി തരും എന്ന് പറഞ്ഞു. സത്യമാണോ കള്ളമാണോ എന്ന് പോലും ഞാൻ അന്വേഷിച്ചില്ല. പക്ഷേ ഞാൻ അത് കൊടുക്കാൻ തയ്യാറായില്ല. എൻ്റെ മകൻ പ്രതിയായി തുടർന്നു. കേസ് ചാർജ് ഷീറ്റ് ചെയ്യപ്പെട്ടു. 2 കോടതി എൻ്റെ മകനെ ശിക്ഷിച്ചു. അവസാനം അങ്ങയുടെ മുമ്പിൽ 20ാമത്തെ വർഷം അന്ന് എൻ്റെ മകന് വിടുതൽ കിട്ടി. അന്ന് ഞാൻ 500 രൂപ കൊടുക്കുന്നതിന് പകരം ഞാൻ എൻ്റെ കുടുംബവും എനിക്കുണ്ടായിരുന്ന വസ്തുക്കൾ മുഴുവൻ വിറ്റ് ഇത്രയും കാലം കേസ് നടത്തിയിട്ടാണ് എൻ്റെ മകന് നിരപരാധിത്വം തെളിയിക്കാൻ പറ്റിയത്. അന്ന് അദ്ദേഹത്തിന് ഞാൻ ഈ 500 രൂപ കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ മകന് ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇനി അങ്ങ് പറയുക, അങ്ങാണോ വലുത് ദാരോഗ്യാണോ വലുത്? ഇതാണ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അധികാര പരിധി എന്ന് പറയുന്നത്. സാധാരണ ജനങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് ജസ്റ്റിസ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. അവർക്ക് കൊടുക്കാൻ പറ്റുന്ന നീതി മറ്റാർക്കും കൊടുക്കാൻ സാധിക്കില്ല. മറ്റെല്ലാ നീതിക്കും ഒരു കാലക്രമമുണ്ട്, ഒരുപാട് പ്രൊസീജിയറുണ്ട്. ഇൻസ്റ്റൻറ്റ് ജസ്റ്റിസ് എന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്നുണ്ടാവുന്ന നീതിയുക്തമായ ഒരു തീരുമാനമാണ്. എന്നെ സംബന്ധിച്ചോളം വളരെ മൂല്യാധിഷ്ഠിതമായ ഒരു പോലീസിംഗ് എന്ന് പറഞ്ഞാൽ കൃത്യമായ അന്വേഷണം
ചാതുര്യത്തോടു കൂടി ഒരു തരത്തിലുള്ള വ്യക്തി താല്പര്യങ്ങളില്ലാതെ കറപ്ഷൻ ഇല്ലാതെ നീതി മാത്രം നടപ്പാക്കണം എന്നുള്ള സതുദ്ദേശത്തോടു കൂടി സാധാരണ ജനങ്ങൾക്ക് നീതി എത്തിക്കാൻ പറ്റുന്ന യന്ത്രങ്ങളായി മാറുന്ന പോലീസ് ഉദ്യോഗസ്ഥർ. ഒരു നിയമത്തിൻ്റെ ഉപകരണങ്ങൾ മാത്രമായിരിക്കണം അവർ. എന്താ പറയുക, മറ്റ് പല ഇതൊരു ഐഡിയൽ സ്റ്റേറ്റാണ് ഞാൻ പറയുന്നത്. ഈ ഐഡിയൽ സ്റ്റേറ്റ് ഞാൻ പറയുന്നതിനനുസരിച്ച് എല്ലാവരും അവിടെ തന്നെ എത്തിക്കൊള്ളണമെന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഈ ഐഡിയൽ സ്റ്റേറ്റിനോട് എത്ര അടുത്തുള്ള ഒരു അപ്രോക്സിമേഷനാണ് ഞാൻ എന്നുള്ള വിലയിരുത്തൽ ദിവസവും ഞാൻ നടത്താറുണ്ട്. ഞാൻ പൂർണ്ണമായും എല്ലാ സമയത്തും ഒരു തരത്തിലുള്ള വികാര വിക്ഷോഭങ്ങൾക്കൊന്നും അടിമപ്പെട്ടിട്ടില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കറപ്ഷൻ ഇല്ലാതെ ചെയ്യുന്നൊന്നും എനിക്കറിയാവുന്ന സത്യങ്ങൾ മാത്രം ഞാൻ മനസ്സിലാക്കിയ സത്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഏറ്റവും നീതിയുക്തമായ തീരുമാനം എടുത്തു എന്ന് എനിക്ക് സധൈര്യം പറയാൻ പറ്റും. ഈ കറപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞപ്പോഴേ സാറിനെതിരെ ചില സോഷ്യൽ മീഡിയ പേജുകളിൽ സാറിന് കൊടകിൽ സ്ഥലമുണ്ട്, അങ്ങനെ കുറേ അത് കേട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പരിണാമവും ആ സോഷ്യൽ മീഡിയയിൽ തന്നെ കാണാൻ ഒരു പക്ഷേ. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞാൽ എൻ്റെ അച്ഛൻ എനിക്ക് തന്നൊരു വീടല്ലാതെ എനിക്ക് സ്വന്തമായിട്ടൊരു സ്വത്തും എൻ്റെ കയ്യിലില്ല. അത് ആർക്ക് വേണേൽ അന്വേഷിച്ചാലും അറിയാവുന്നതാണ്. പക്ഷേ എനിക്കതിനകത്ത് സന്തോഷം തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ policing is your capacity, experience in policing is your capacity to pocket insults and continue working with the same fervor എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നൊരു പ്രമാണം. അതിലും ഞാൻ നേരത്തെ പറയാം, ഈ കണ്ടിന്യൂ വർക്കിംഗ് വിത്ത് ദ സെയിം ഫെർവർ, അതായത് നമ്മൾ നിരന്തരം നമ്മൾ ചെയ്യാത്ത കാര്യത്തിൽ ചിലപ്പോൾ അവമാനിക്കപ്പെടും പോലീസിൽ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഒരു പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ അതിനകത്തൊരു പരാതിക്കാരനുണ്ടാവും, ഒരു പ്രതി ഉണ്ടാവും, ഒരു ഭാഗത്തെ സത്യമുണ്ടാവും. അപ്പം നമ്മൾ അങ്ങനെ ഒരു ദിവസം 100 കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ ഒരു 90 പേര് നമ്മളുടെ വിധിന്യായത്തെ സ്വീകരിച്ചുകൊണ്ട് പോയാൽ ഒരു 10 പേര് അതിനോട് കഠിനമായ എതിർപ്പോടുകൂടിയായിരിക്കും പോകുന്നത്. അതിലൊരു 5 പേര് നമുക്കെതിരെ വളരെ വളരെ വിഷലിപ്തമായ രീതിയിൽ വെനമസായിട്ട് നമുക്കെതിരെ പ്രതികരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കണം. ഈ പ്രതീക്ഷ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ജോലിയിൽ ഏർപ്പെടേണ്ടത്. ഇതിപ്പോൾ ഒരു വ്യക്തിയാണ് നിരന്തരമായിട്ട് ചെയ്യാറുള്ളത്. ആ വ്യക്തിയായിട്ട് എന്തെങ്കിലും പേഴ്സണൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് അങ്ങനെ തോന്നി, അദ്ദേഹം ചെയ്യുന്നു. അതിന് നിയമപരമായ നടപടികൾ ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തിയെ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതാണ് എൻ്റെ സത്യം. യഥാർത്ഥത്തിൽ തുടങ്ങുമ്പോൾ ഒരുപാട് വ്യക്തികളുണ്ടായിരുന്നു. അവർ പലരും സാറാണ് എനിക്ക് തോന്നുന്നു ഈ മാനനഷ്ട കേസ് കൊടുത്ത് പെട്ടെന്ന് തന്നെ അതൊരു കേസിലേക്ക് കൊണ്ടുവന്നത് അല്ലേ? ആൾക്കാർ തോന്നിയതുപോലെ എഴുതിയിട്ടാൽ അങ്ങനെ. ഞാൻ ഒരുപാട് മാനനഷ്ട കേസുകൾ കൊടുത്തിട്ടുള്ളതാണ്. 1-2 കേസുകളിൽ വിധി എനിക്ക് അനുകൂലമായിട്ട് ശിക്ഷ മേടിച്ച് കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് അപ്പീലിൽ കിടക്കുകയാണ്. എന്തിനാണ് ഈ മാനനഷ്ട കേസ് കൊടുത്ത് വെറുതെ സമയം കളയുന്നത് എന്നോട് ഒരുപാട് ഉദ്യോഗസ്ഥരും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്കതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ, എനിക്ക് നിയമപരമായ രീതിയിലൂടെ അല്ലാതെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, പോയി 2 അടി പൊട്ടിച്ചു കൊടുത്താൽ പോരെ. ഒരിക്കലും ഞാനത് ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ധർമ്മം എന്ന് പറയുന്നത് നിയമം കയ്യിലെടുക്കലല്ല, നിയമാനുസൃതമായുള്ള വഴികളിലൂടെ മാത്രം പരിഹാരം കാണലാണ്. അങ്ങനെ കാണുന്ന പരിഹാരത്തിലൂടെ മാത്രം കിട്ടുന്ന പരിഹാരം മതി എനിക്ക് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ കേസുകൾ കൊടുക്കുന്നത്. എല്ലാ കേസുകളിലും വിജയിക്കും എന്നുള്ള ഉറപ്പൊന്നും എനിക്കില്ല. പക്ഷേ ഞാൻ ചെയ്തത് ന്യായമാണെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഞാൻ ഈ ഒരു കേസിൽ കൺവിക്ഷൻ കിട്ടി മേടിച്ചു കൊടുത്തു എന്ന് പറയുന്ന കേസിൽ തന്നെ കൺവിക്ഷൻ കിട്ടാൻ 10 വർഷം ഞാൻ കേസ് നടത്തേണ്ടി വന്നു. ഈ 10 വർഷം കേസ് നടത്തേണ്ടി വരുമ്പോൾ അതിനുള്ള റിസോഴ്സസ്, വലിയ സൗഹൃദങ്ങളുള്ളത് കൊണ്ട് ഞാൻ ഒരുപാട് പേരുടെ നല്ല സുഹൃത്താണ്. അങ്ങനെ സൗഹൃദങ്ങളുള്ളതുകൊണ്ട് സാധാരണ മേടിക്കുന്ന ഫീസൊന്നും മേടിക്കാതെ എനിക്ക് വേണ്ടി കേസ് നടത്തി തരാനുള്ള നല്ല വക്കീലന്മാർ ഈ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. സുഹൃത്തുക്കളായിട്ടുള്ളവരും കൂടെ പഠിച്ചവരും വളർന്നവരും ഒക്കെ ആയിട്ടുള്ളവർ. എന്നിരുന്നാലും ഇതിനു വേണ്ടി നമ്മൾ മെനക്കെട് ചില്ലറയല്ല. പക്ഷെ നമ്മുടെ സിസ്റ്റം അതാണ് നമ്മളോട് പറയുന്നത്. പലപ്പോഴും ഞാൻ കേസ് കൊടുത്തിട്ട് ഞാൻ പോയി കോടതി വരാന്തകളിൽ ഇരിക്കേണ്ടി വരുമ്പോൾ, സാർ ഇവിടെ വന്നിരിക്കേണ്ട ഒരാളാണോ എന്ന് ചോദിച്ചിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എന്നോട് ഇവിടെ വന്നിരിക്കാനാണ് ഈ നിയമത്തിൻ്റെ നിയോഗം പറയുന്നതെങ്കിൽ ഞാനത് ചെയ്തിരിക്കണം. അങ്ങനെ ഞാൻ നിയമപരമായ ധർമ്മം പാലിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പലപ്പോഴും ഞാൻ കേസ് കൊടുത്തിട്ടുള്ളത്. ഇനിയും ആരെങ്കിലും എന്നെക്കുറിച്ച് ഇല്ലാവചനം പറഞ്ഞാൽ വ്യക്തിപരമായി എന്നെ ബാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യമൊക്കെ ഒരുപാട് ബാധിച്ചിരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പിൽക്കാലത്ത് ആ ബാധിക്കുന്നതിനപ്പുറത്തേക്ക് മനസ്സ് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചെന്ന് വെച്ചാൽ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ഇപ്പം ഈ ഞാൻ കേസ് കൊടുത്ത എല്ലാവർക്കും ശിക്ഷ കിട്ടിയാലും ഇല്ലെങ്കിലും ഒന്നും എന്നെ അത് വലുതായിട്ട് ബാധിക്കാറൊന്നുമില്ല. അത് അങ്ങനെ പോകും. സാറ് ഇതിങ്ങനെ, അതായത് അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു ഇപ്പോൾ?
ഇൻവെസ്റ്റിഗേഷനിൽ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു കേസിനോട് അങ്ങനെ ഒരു ഇതുണ്ടോ, അതും ഡിറ്റാച്ച്ഡ് ആയിട്ടാണോ? ഇൻവെസ്റ്റിഗേഷൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സമയത്ത് പല കേസുകളിലും ഞാൻ ഇൻവെസ്റ്റിഗേഷൻ്റെ ചുമതല വഹിച്ചിട്ട് പിന്നീട് ആ ഇൻവെസ്റ്റിഗേഷൻ ചുമതലയിൽ നിന്ന് എന്നെ മാറ്റുമ്പോൾ മാധ്യമങ്ങളിൽ തന്നെ ചിലയിടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് വളരെ മോശമായിപ്പോയി, തെറ്റായിപ്പോയി. അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്ക് പലപ്പോഴും തോന്നും നമ്മളിവിടെ അക്ഷാന്തവ്യമാണെന്നൊരു തോന്നൽ പല മനുഷ്യർക്കും ഉണ്ടാവാറുണ്ട്. അതുപോലെ ചിലപ്പോഴൊക്കെ പോലീസുകാർക്ക് ചിലർക്ക് തോന്നിയെന്ന് വരും. പക്ഷേ അത് വളരെ അബദ്ധജടിലമായ ധാരണയാണ്. ഞാനിവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്നെക്കാളും നല്ലൊരാൾ വന്ന് കേസ് അന്വേഷിക്കും, എന്നെക്കാളും മുമ്പ് അന്വേഷിച്ചിരുന്ന എന്നെക്കാളും നന്നായിട്ട് ആയിരുന്നിരിക്കാം. ഇപ്പം ഞാൻ കഴിഞ്ഞാൽ പ്രളയം, അല്ലെങ്കിൽ ഞാൻ വരുന്നതിന് മുമ്പ് പ്രളയം ആയിരുന്നു എന്ന് വിചാരിക്കുന്നത് വലിയൊരു മണ്ടത്തരമാണ്. അത് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. സാറിൻ്റെ ഈ പറഞ്ഞ കമന്റ് ഞാനൊരു പ്രസംഗത്തിൽ കേട്ടിട്ടുണ്ട്. ഒരു പോലീസ് ഓഫീസർ, അദ്ദേഹം അന്ന് CA ആയിരുന്നു തോന്നുന്നു, ആന ഓടിയപ്പോൾ ഉള്ളൊരു അതെ അത് നല്ല നാളാണ്. അത് മറക്കാൻ പറ്റാത്ത, പോലീസിൽ ഏറ്റവും സന്തോഷകരമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ നോക്കി ചിരിക്കാൻ പറ്റുമ്പോഴാണ്. അങ്ങനെ ചിരിക്കാൻ പറ്റിയൊരു നല്ല സന്ദർഭമാണ് ആ കഥ. നമ്മൾ സ്ഥിരം നമ്മളെ കീഴുദ്യോഗസ്ഥരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മേലുദ്യോഗസ്ഥർ അവിടെ എല്ലാം സൗകര്യമാണോ, എന്തെങ്കിലും ലോ ആൻഡ് ഓർഡർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മാൻ പവർ ആവശ്യത്തിനുണ്ടോ, എന്തെങ്കിലും സഹായം വേണോ, ഞാൻ അങ്ങോട്ട് വരണോ എന്നാണ് അവസാനത്തെ ചോദ്യം. എന്ന് പറഞ്ഞാൽ ഞാൻ വന്നാൽ പിന്നെ എല്ലാം ശാന്തമായി എന്ന്. ഇപ്പം ഞങ്ങളൊക്കെ പണ്ട് തമാശയ്ക്ക് പറയും, പിന്നെ ചില വളരെ ഫ്രീ ആയിട്ടുള്ള കീഴുദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവിടെ പ്രശ്നമാണ്, നീ അവിടെ പോയി ആ മതിൽ എൻ്റെ പേര് എഴുതി വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അഹങ്കാരം തമാശയായിട്ട് പറയുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഇപ്പം ഈ പ്രസ്തുത സംഭവത്തിലുണ്ടായെന്ന് വെച്ചാൽ ആന വരണ്ട് ഓടുകയാണ്, പുറകെ പോകുന്ന ഒരു CI. അപ്പം ഞാൻ വയർലെസ്സിൽ വിളിച്ച് പറയാണ്, ബ്രാവോ വെസ്റ്റ് ടൈഗർ ബ്രാവോ സ്റ്റാൻഡ് ഇറങ്ങി, ആ വണ്ടി തിരിക്കണം എന്നാണ് അതിനിടയിൽ പറയുന്നത്. വയർലെസ്സിൽ കൂടെ പറയണം, കാരണം വെച്ചാൽ ആന തിരിയുമ്പോൾ വണ്ടി തിരിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ബ്രാവോസ് എന്താ പറഞ്ഞത്, ഇല്ല സാർ ഇവിടെ ഡ്രൈവറോട് പറഞ്ഞാണ് സാർ, ആന തിരിച്ചപ്പോൾ പറഞ്ഞാണ്. ഇങ്ങനെ സംഭാഷണം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം ഈ ആനയുടെ പുറകെ ഓടുമ്പോൾ ആന തിരിയുന്നത് എങ്ങനെയാണെന്നുള്ള വെപ്രാളത്തിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, വണ്ടി ഓടിക്കുന്നതിലിരിക്കുന്നത്. അതിനിടയിലാണ് ഈ മറുപടി പറയണം. അതിനിടയിലാണ് SP ഗീർവാണം, ഏത് ഞാൻ അങ്ങോട്ട് വരണോ. അദ്ദേഹം അറിയാതെ വയർലെസ്സിൽ കൂടെ പറഞ്ഞു പോയി, സാർ ഇദ്ദേഹം വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല സാർ, ഇദ്ദേഹം ആരാണെന്ന് ആനയ്ക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു പോയി. അപ്പോൾ അത് ആള് ഒരു ധിക്കാരിയോ അല്ലെങ്കിൽ അത് ആത്മാർത്ഥമായ ഒരു എന്താ പറയുക, സത്യം പറഞ്ഞ ദീനരോധനം എന്ന് വേണമെങ്കിൽ പറയാം. അയാൾ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആൾ കിടന്ന് പടാപ്പാട് പെടുമ്പോൾ ഇവിടെ ഒരുത്തൻ വലിയ വീരവാദം പറയുന്നത് കേട്ടിട്ട് അറിയാതെ വന്ന ഒരു ആത്മരോഷം കൊണ്ട് പറഞ്ഞു പോയതായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും SP ലഭ്യനായി എന്നുള്ളതിനെ കുറിച്ച് തർക്കമൊന്നുമില്ല. അത് വയർലെസ് ആയിപ്പോയി. ഫോണിലാണെങ്കിൽ ഞാൻ സാരമില്ല, ഞാനും അദ്ദേഹം മാത്രമേ അറിഞ്ഞുള്ളൂ. ഇത് വയർലെസ്സിലായതുകൊണ്ട് വയർലെസ് സ്റ്റേഷൻസ് ഓണായിരുന്ന എല്ലാ വയർലെസ്സുകളിലും ഇത് കേൾക്കുകയുണ്ടായി. അപ്പം സാമാന്യം നന്നായി ക്ഷീണിച്ച SP അദ്ദേഹം പിന്നെ ചെയ്യാനുള്ളത് ടൈഗർ സൈനിങ് ഔട്ട് ഓവർ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച്, വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ. ദുഃഖം അവിടെ തീർന്നില്ല. അദ്ദേഹം പറഞ്ഞ് ഞാൻ മടങ്ങി മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം വീട്ടിലെ ഫോൺ അടിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനായ DYSP, അദ്ദേഹം മരിച്ചുപോയി പാവം, അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, സാർ ക്ഷമിക്കണം സാർ, അവൻ്റെ വിവരക്കേട്, ഞാൻ അവനെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് സാർ. ഞാൻ പറഞ്ഞു എന്ത് പറ്റി മുരളി? അല്ല സാർ, ഇദ്ദേഹത്തിന് ആനയെക്കുറിച്ചുള്ള പരിജ്ഞാനം എന്താണെന്ന് അവൻ അറിയില്ല സാർ. ഞാൻ പറഞ്ഞു, പൊന്നു മുരളി, ഞാൻ ഓൾറെഡി നാണം കെട്ടിയിരിക്കുകയാണ്, എൻ്റെ മുറിവിൽ ഉപ്പ് പുരട്ടാതെ മതി, ഇത്രത്തോളം മതി, ഞാൻ ഇത്രയും കേട്ടില്ലേ. അല്ല സാർ, എനിക്കറിയാം സാറിന് നല്ല ധാരണയാണ് ആനകളെ കുറിച്ച് എന്നുള്ളത്, അവൻ അതറിയില്ല സാർ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞു, മുരളി ഒന്ന് ഫോൺ വെക്കുമോ എന്നിട്ട് ഞാൻ വെപ്പിച്ചു. അപ്പോഴും തീരുന്നില്ല പ്രശ്നം. അപ്പോൾ രാത്രി ഏകദേശം ഒരു 9-9:15 കാണും ആ സമയം. ഒരു 11:30 ആയപ്പോഴത്തേക്കും ഈ എലിഫൻറ്റ് സ്ക്വാഡ് വന്ന് ആനയെ തളച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പക്ഷേ CA അദ്ദേഹത്തിന് മനസ്സിലായി കാണുക, അയാൾ പറഞ്ഞ ഒരു അവിവേകത്തിൻ്റെ മൂർച്ച എന്താണെന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ ഏകദേശം കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 11:30 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും താഴെ നിന്ന് എൻ്റെ ക്യാമ്പ് ഓഫീസിലെ പോലീസുകാർ വിളിച്ചു പറഞ്ഞു, സാർ ബ്രാവോ അദ്ദേഹം വന്ന് സാറിനെ കാണാൻ വെയിറ്റ് ചെയ്യാണ് സാർ. ഞാൻ പറഞ്ഞാൽ പോയി കിടന്ന് ഉറങ്ങാൻ പറയും, ഒരുപാട് അധ്വാനിച്ചതല്ലേ, ഞാനും ഉറങ്ങട്ടെ എന്ന് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, സാർ അത് പറഞ്ഞപ്പോൾ അദ്ദേഹം സാറ് പിണങ്ങിയിട്ടാണെന്ന് വിചാരിച്ച് കരയാൻ തുടങ്ങി സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഗത്യന്തരമില്ലാതെ ഞാൻ വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞ് താഴെ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, സാർ ഞാനൊരു ധിക്കാരിയല്ല സാർ. പിന്നെ അടുത്ത് പറഞ്ഞ വാചകമാണ് സഹിക്കാൻ പറ്റാത്തത്, സാറിന് ആനകളെക്കുറിച്ചുള്ള വിവരം എന്താണെന്ന് എനിക്ക് അറിയാതെ പോയി സാർ. ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട സന്തോഷേ, ദയവ് ചെയ്ത് ഇനി ഇത് പറഞ്ഞ് എന്നെ അവമാനിക്കല്ലേ. അപ്പോൾ വീണ്ടും അയാൾ പറഞ്ഞു, സാർ എനിക്കൊരു അബദ്ധമാണ് പറ്റിയത് സാർ, സാറിൻ്റെ ആനകളെക്കുറിച്ച് അവഗാഹം എന്താണെന്നുള്ളത് എന്നോട് മുരളി സാർ പറഞ്ഞപ്പോഴാണ് സാർ എനിക്ക് മനസ്സിലായത്.
ഞാൻ പറഞ്ഞു സന്തോഷം മതി, ഇനി ഇതാരോടും പറയല്ലേ, ഇതിവിടെ അവസാനിപ്പിക്കാൻ നമുക്ക്. പക്ഷേ സന്തോഷിന് ഇപ്പോൾ ഉള്ള പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് എവിടെ വെച്ച് കണ്ടാലും ഞാനിതാ പറയുക. ഞാൻ അയാളെ വിളിച്ച് പറയും, ഇവിടെ താൻ മറ്റേ എന്ന് തന്നെ സാർ വന്നിട്ട് ആനയ്ക്ക് ആരാ സാർ ഇതുവരെ മറന്നില്ലേ സാർ എന്ന് അവനിപ്പോൾ ഇങ്ങോട്ട് ചോദിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ എന്താ പറയുക പോലീസിലെ പ്രകമ്പനങ്ങളുണ്ട്, അവരുടെ ഞങ്ങളുടെ ഈ മേലുദ്യോഗസ്ഥരുടെ അട്ടഹാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ നിസ്സാരമാണെന്ന്, ഒരു ആന തിരിഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് ഇടയ്ക്കിടയ്ക്ക് അവനവനെ ഓർമ്മിപ്പിച്ചാൽ യു വിൽ ബി ഗ്രൗണ്ടഡ്. നമ്മൾ ഈ പോലീസിലും പട്ടാളത്തിലുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കീഴുദ്യോഗസ്ഥർ നമ്മൾ വാനോളം പുകഴ്ത്തും. നമുക്ക് തുടങ്ങുമ്പോൾ നല്ല ബോധമുള്ളപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എന്തെങ്കിലും കാര്യസാധ്യത്തിനോ, അല്ലെങ്കിൽ ഇനി കാര്യസാധ്യമൊന്നും ഇല്ലെങ്കിലും പോലീസിൻ്റെ സബ് കൾച്ചറിൻ്റെ ഭാഗമാണത്, അത് ഹൈറാർക്കിയുടെ ഭാഗം അതാണ്. അപ്പം അതിനുവേണ്ടി പറയുന്നതാണെന്ന് നമുക്ക് മനസ്സിലാവും, സൈക്കോഫെൻസി ആണെന്ന് നമുക്ക് മനസ്സിലായാൽ പോലും ഇത് കുറേ കേട്ട് കഴിയുമ്പോൾ ഒരു പ്രശ്നം മനുഷ്യ സഹജമാണ്. പെട്ടുപോലെ നമ്മൾ വിശ്വസിച്ചു തുടങ്ങും. പെട്ടുപോകുന്നവിടെ ഒന്നോട്ടെ, പെട്ടുപോയാലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഞാനിത് വിശ്വസിച്ചു തുടങ്ങും. വിശ്വസിച്ച് തുടങ്ങി കഴിയുമ്പോൾ ഉണ്ടാവണം അപകടം എന്താണെന്ന് വെച്ചാൽ, ഞാനിത് മറ്റുള്ളവരോട് പറഞ്ഞു തുടങ്ങും. ഞാൻ ആരാധറിയോ, അപ്പോൾ ഇത് അങ്ങനെ അല്ലാതിരിക്കാനായിട്ട്, ഗ്രൗണ്ടഡ് ആവാനായിട്ട് 2-3 കാര്യങ്ങൾ ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ ഓർമ്മിക്കണം. ഒന്ന് ഈ ആനക്കഥ, രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ സുനാമി അടിച്ച് വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിൽ 140ഓളം ശവശരീരങ്ങളെടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ ആ തുരുത്തിൽ കയറി ചെന്നപ്പോൾ അവിടെ നിന്ന് ആൾക്കാരെന്നോട്, അവർ വളരെ ഖിന്നരായിട്ട് ഉറ്റവരും പോയതിൻ്റെ ആ പ്രകൃതിയുടെ ക്ഷോഭം കണ്ടതിൻ്റെ ഒരു എന്താ പറയുക വൈഷമ്യം മുഴുവൻ അവരുടെ മനസ്സിലും പെരുമാറ്റത്തിലൊക്കെ ഉണ്ട്. വളരെ ക്രോധത്തോടുകൂടി എന്നോട് ചോദിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ആ സുനാമി അടിച്ചപ്പോൾ എന്തുകൊണ്ടാണോ തനിക്ക് തടയാൻ പറ്റാഞ്ഞെന്നാണ് ചോദിച്ചത്. അപ്പം ഞാനപ്പോൾ അവരെ സമാധാനിപ്പിക്കാൻ എൻ്റെ വായിൽ ആദ്യം വന്ന മറുപടി, ഇന്നലെ ഒരു അബദ്ധം പറ്റി, ഇനി അടിക്കുമ്പോൾ ഞാൻ നോക്കിക്കോളാം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർ ആക്രോശിച്ച് ഒക്കെ വന്നെങ്കിലും എന്നെ ആക്രമിച്ചില്ല. ഞാൻ ഒറ്റയ്ക്കായിരുന്നു, എൻ്റെ ഗൺമാൻ പോലും എൻ്റെ കൂടെ ഇല്ല. അപ്പം അവിടെ എത്തി അങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ ആക്രോശിച്ചിരുന്ന മനുഷ്യർ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടെ ഭക്ഷണമൊന്നുമില്ല, വെള്ളമില്ല. അവരവിടെ അവരുടെ തെങ്ങിൽ അവർ തന്നെ കയറി കരിക്കിട്ട് കൊണ്ട് തന്നിട്ട് എൻ്റെ അടുത്ത് കുടിക്കാൻ പറഞ്ഞു. അതും വളരെ എന്താ പറയുക ധാർഷ്ട്യത്തോടെ പറയുന്നത്, എന്ന് പറഞ്ഞാൽ പറയുന്നത് നല്ല ഭാഷയൊന്നുമില്ല, കുടിക്ക്. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, നിങ്ങളാരും കുടിച്ചില്ലല്ലോ, നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ, ഞങ്ങൾക്ക് കുടിച്ചില്ലെങ്കിൽ നിൽക്കാനറിയാം, നിങ്ങൾ തറയിൽ പോയിട്ട് പിന്നെ ആ ചീത്തപ്പേരോട് ഞങ്ങൾക്ക് സ്നേഹമാണ്. അപ്പം അത് കഴിഞ്ഞ് അവിടുന്ന് ഞാൻ തിരിച്ചു വന്നത് 5 ദിവസം അവിടെ തന്നെ അവരുടെ കൂടെ കഴിഞ്ഞിട്ടാണ്. ഇട്ട വേഷം പോലും മാറാതെ അവരുടെ കൂടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഒരു 2ാമത്തെ ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും അവരുമായിട്ടുണ്ടായിരുന്ന താതാത്മ്യം എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റില്ല. അവിടെ റാങ്ക് ഇല്ല, IPS ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഈ മനുഷ്യ മനസ്സുകളിൽ അങ്ങനെ ഇടം നേടാനായിട്ടുള്ള ഒരവസരം എന്ന് പറയുന്നത് വേറൊരു ജോലിക്കും കിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സ്വയം നോക്കി വളരെ നർമ്മോത്സുകതയോടുകൂടി ചിരിക്കാൻ പറ്റുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവർ സമൂഹത്തിനും പോലീസ് സേനയ്ക്കും എന്നും മാറ്റുകൂട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ പോലീസ് ചീഫ് അങ്ങനെ ഒരാളാണ്. അദ്ദേഹം ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കാണാം. വളരെ നിർമ്മലമായി ഇന്ന് ചിരിക്കും. എന്ത് കാര്യവും തമാശയായിട്ട് പറയും. പറയാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒന്ന് കൂട്ടുമായിട്ടോ അദ്ദേഹത്തിൻ്റെ മുമ്പിലെന്ന്. പാടില്ല ശരിക്കും, പോലീസിൽ ശ്രദ്ധക്കുറവാണത് കാണിക്കുന്നത്. ഒരു ചിരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വേറൊരാൾക്ക് മനസ്സിലായില്ല, യുവർ ഡിമീനർ ഇസ് വെരി ബാഡ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ സോറി സാർ. അപ്പം അങ്ങനെ പറഞ്ഞാലും കാര്യം നടക്കും. ആക്രോശിച്ച് ഇറങ്ങി പോടാന്ന് പറഞ്ഞാലും അങ്ങനെയും പോലീസിലാവാം. ഇപ്പം ഇങ്ങനെ അല്ലാതെ ചെയ്യാൻ പറ്റും എന്നുള്ള ഉദാഹരണങ്ങൾ കാണിക്കാൻ പറ്റുന്ന ഒരുപാട് നല്ല പോലീസ് ഉദ്യോഗസ്ഥർ ഈ കൂട്ടത്തിലുണ്ട്. സ്വയം നോക്കി ചിരിക്കാനും വളരെ സരസമായും ലളിതമായും ജീവിതത്തെ കാണാനും, എന്നാൽ മൃദുഭാവം ജോലി ചെയ്യുന്ന സമയത്ത് വളരെ ദൃഢകൃത്യമായിട്ട് ചെയ്യാനും പറ്റുന്ന ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരാണ് പോലീസ് സേനയുടെ മാറ്റ് കൂട്ടുന്നതും പോലീസ് സേനയിൽ എന്താ പറയുക ധർമ്മബോധം നിലനിർത്തുന്നതൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാറിന് അങ്ങനെ വെല്ലുവിളി തോന്നിയ കേസുകളുണ്ടോ മുൻപത്തെ കേസുകൾ? ഇപ്പോൾ ട്രയലിലേക്കുള്ള കേസുകളിൽ സാറിന് പാർട്ടായിട്ടുള്ളത് പറയാൻ പറ്റില്ലല്ലോ, അതിൻ്റെ മുന്നേ ഉള്ള ഞാനൊരു IG ആവുന്നത് വരെ DIG ആയിരുന്നപ്പോൾ പോലും ഞാൻ നേരിട്ട് കേസ് അന്വേഷിച്ചിട്ടുണ്ട്. ഞാൻ ASP ആയിരുന്നപ്പോഴും ASP ട്രെയിനി ആയിരുന്നപ്പോഴും SP ആയിരുന്നപ്പോഴും ഒക്കെ നേരിട്ട് കേസ് അന്വേഷണം നടത്തിയിട്ടുണ്ട് ഒരുപാട്. അങ്ങനെ കേസ് അന്വേഷണം നടത്തിയതുകൊണ്ട് തന്നെ നേരത്തെ താങ്കളുടെ സുഹൃത്ത് നല്ലവനായ ഉദ്യോഗസ്ഥൻ പറഞ്ഞ രീതിയിൽ ഇപ്പോഴും എൻ്റെ കോടതികൾ തീർന്നു വരുന്നേ ഉള്ളൂ. അന്ന് ഞാൻ
പക്ഷെ അത് നമ്മുടെ ഈ ധാർമ്മികമായൊരു നിയോഗത്തിൻ്റെ ബാക്കി പത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭൂമിയിലെ ദൈവങ്ങളായി മാറിയ സന്ദർഭങ്ങളുടെ സാക്ഷ്യങ്ങളാണ്, അനുഭവ സാക്ഷ്യങ്ങളാണത്. അതിനെ അങ്ങനെ വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെയുള്ള കേസുകളിൽ പലതിലും പലതരത്തിലുള്ള വെല്ലുവിളികളും ഉണ്ടായിട്ടുണ്ട്. കേസ് അന്വേഷണം നടത്തി തെളിയിക്കാൻ പറ്റാതായതിൻ്റെ വെല്ലുവിളികളുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കേസ് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് കണ്ടുപിടിക്കാൻ പറ്റാതായിട്ടുള്ള കേസുകളുണ്ട്. അങ്ങനെയുള്ള വെല്ലുവിളികളുണ്ട്. നമ്മൾക്ക് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ അന്വേഷണത്തിന് അനുവദിച്ച സമയത്തിൽ പറ്റാതിരുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. എത്തിക്കൽ ഡയലമകൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് ചില സമയത്ത് ശരിയും നിയമവും തമ്മിലുള്ള അകലം നമ്മളെ വല്ലാതെ മഥിക്കും. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, മുമ്പ് ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന ഒരു പ്രതിയെ വെടിവെച്ച് കൊന്നൊരു അച്ഛൻ്റെ കഥയുണ്ട്. ആ കേസിൽ നമ്മൾ ആ കേസ് അന്വേഷിക്കാനുള്ള നിയോഗം നമുക്ക് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ പ്രതിയുടെ കൂടെ പൂർണ്ണമായും നമ്മുടെ താതാത്മ്യം ഉണ്ടായെന്ന് വരാം. ഞാനാണെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്നതാണ്. അതെ. പക്ഷെ ആ താതാത്മ്യത്തിന് നമ്മുടെ കർമ്മപഥത്തിൽ ഒരു സ്ഥാനവും ഇല്ല എന്ന് മനസ്സിലാക്കുന്ന സമയത്തുള്ളൊരു എത്തിക്കൽ ഡയലമയുണ്ട്. എമ്പതിക്ക് ഒരു സ്കോപ്പ് അവിടെ ഇല്ല. വേറൊരു ചില വെല്ലുവിളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില തെറ്റ് ചെയ്തു പോയത് തിരിച്ച് ആക്കാൻ പറ്റാതെ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്ന ചില പ്രതികളെയും ചില വാദികളെയും കാണാം. ചിലപ്പോൾ എനിക്കൊരു കേസിൽ ഓർമ്മയുണ്ട്. കേസിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ പറയുന്നത് ശരിയല്ല. അതിനകത്ത് ആദ്യം ഒരു വ്യക്തിയെക്കുറിച്ച് തെറ്റായിട്ട് പറയുകയും അയാൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ പ്രതി കൊല്ലപ്പെടുകയും ചെയ്തു. ഒരാളെക്കുറിച്ച് അയാൾ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയുകയും, ആ ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നെ വാദിയുടെ ആൾക്കാർ ആ വ്യക്തിയെ കൊന്ന് കളയുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് കഴിഞ്ഞ് ഈ വാദി എൻ്റെ മുമ്പിലെത്തുകയാണ്, അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിലെത്തുകയാണ്. ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ എന്നെ ആ കൊലപാതകത്തിനോട് പ്രതി ചേർക്കണം എന്ന് പറയാം. അതിന് നിയമം അനുവദിക്കുന്നില്ലല്ലോ. എന്നിട്ട് ഈ കള്ളം ഞാൻ പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് എഴുതി വെക്കണം എന്നോട് ആവശ്യപ്പെടുകയും, ആ കള്ളം ഞാൻ എഴുതി വെച്ചതുകൊണ്ട് മാത്രം ആ കേസ് ഇല്ലാതായിപ്പോയി. കാരണം വെച്ചാൽ ഒറിജിനലി ആ കേസ് ബിൽഡപ്പ് ചെയ്തതെന്ന് വേറൊരു രീതിയിലാണ്. ഇതൊരു എത്തിക്കൽ ഡയലമയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ കേസ് കൺവിക്ഷനാക്കുക എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ധർമ്മമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് കൺവിക്ഷനാക്കാൻ പോയാൽ അത് എന്താ പറയുക, കോടതിയിൽ എന്തായാലും കൺവിക്ഷൻ ആവില്ല. കാരണം ഈ വ്യക്തി ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിച്ചിട്ട് കോടതിയിൽ പോയിട്ട് തിരിച്ചു പറയാൻ പോവാണ്. അപ്പോൾ സത്യം തന്നെ എഴുതി വെക്കുന്നതാണ് ഉത്തമം എന്ന് തീരുമാനിക്കാം. ആ സത്യം തീരുമാനിച്ച് എഴുതി വെക്കുന്നതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ആ കേസിന് ഒരു ലോജിക്കൽ കൺക്ലൂഷൻ ഇല്ലാതെ പോവുകയുമായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ഇതൊക്കെ ഒരു പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം വലിയ എത്തിക്കൽ ഡയലമയാണ്. അത് ചെയ്യാൻ നേരത്ത് നമ്മുടെ കൂടെയുള്ള പ്രോസിക്യൂട്ടേഴ്സ് ആയാലും പലരും എന്നോട് പറഞ്ഞു, അന്ന് നിങ്ങളുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ കൺവിക്ഷൻ ഉറപ്പാക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ അവിടെ എടുത്തൊരു നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കൺവിക്ഷൻ ഉറപ്പാക്കുക എന്നുള്ള സംവിധാനം ഉണ്ടാക്കി വെച്ചത് തന്നെ സത്യം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്, നീതി നടപ്പാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം നീതി നിഷേധമാണ് നടപ്പാവുന്നതെന്ന് ബോധ്യമായാൽ ആ സിസ്റ്റം ആ നീതി നിഷേധത്തിന് വഴങ്ങാതെ നീതിക്ക് വേണ്ടി തോറ്റു കൊടുക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തോൽക്കണം, സിസ്റ്റം തോൽക്കണം, സത്യം ജയിക്കണം. അപ്പോൾ പലപ്പോഴും സത്യം ജയിപ്പിക്കാൻ വേണ്ടി സുരേഷ് ഗോപിയുടെ ഒരു സിനിമയിലെ ഡയലോഗ് ഉണ്ടല്ലോ, കോടതിയിൽ സത്യമല്ല കുറ്റമാണ് തെളിയിക്കപ്പെടുന്നത്. അങ്ങനെയാണ് എപ്പോഴും എന്ന് അത് സുരേഷ് ഗോപിയുടെ സിനിമയിൽ മാത്രമുള്ള ഒരു വാചകമായിട്ട് അവശേഷിക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കേസുകളും അങ്ങനെയൊന്നുമല്ല. ഇത് ഞാൻ ഈ പറഞ്ഞ കേസൊക്കെ എന്നൊരു എക്സെപ്ഷനാണ്, ഒരു ജനറൽ റൂളല്ല. അതും വളരെ വ്യക്തി നിബന്ധമാണ്. അതിനവിടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമല്ല. ഒരാൾ ബോധപൂർവം കള്ളം പറയാൻ തീരുമാനിച്ചതാണ് വ്യക്തിവൈരാഗ്യം കൊണ്ട്. അപ്പം ആ വ്യക്തിവൈരാഗ്യം കൊണ്ട് പറഞ്ഞ കള്ളം മറ്റേയാളുടെ മരണത്തിൽ കലാശിക്കുമെന്ന് ഇയാളും വിചാരിച്ചിട്ടില്ല. അങ്ങനെ വിചാരിക്കാതെ വന്ന ഒരു സംഭവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന് അപ്പോൾ അവിടെ കുറ്റബോധമാണ്. പക്ഷെ അതൊക്കെ അതായത് ഞാൻ പറഞ്ഞത് അതൊന്നും സിസ്റ്റത്തിൻ്റെ തകരാറല്ല, കോടതിയുടെ തകരാറല്ല, നിയമത്തിൻ്റെ പര്യാപ്തതയല്ല. ഏത് നിയമം വന്നാലും, ഏത് കോടതി വന്നാലും, ഏത് സിസ്റ്റം വന്നാലും ഇങ്ങനെയുള്ള വ്യക്തികൾ എവിടെയും ഉണ്ടാകാം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ മനുഷ്യജീവിതത്തിൽ ഉണ്ടാകാം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഈ തരത്തിലുള്ള കാര്യങ്ങളാണ്. അല്ലാതെ പിന്നെ പലപ്പോഴും നമ്മളിൽ വരുന്നൊരു പ്രഷർ എന്ന് പറയുന്നത്
ചീത്തപ്പേരില്ലാതെ നമുക്കൊരു നല്ല പേരുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ നല്ല പേര് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കിട്ടുന്ന എല്ലാ കേസുകളും കൺവിക്ഷനാക്കുക, എല്ലാ പ്രതികളെ അറസ്റ്റ് ചെയ്യുക, അതെല്ലാം നിയമപരമായി ആർജവത്തോടുകൂടി വളരെ വ്യക്തമായ വിശകലനത്തോടുകൂടി അതിനുള്ള ഡിസ്ക്രീഷൻ എക്സസൈസ് കൊണ്ട് മാത്രമേ ചെയ്യാവൂ. അറസ്റ്റ് എന്ന് നിയമത്തിൽ പറഞ്ഞ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണമെന്നൊന്നും നിയമത്തിൽ പറഞ്ഞിട്ടില്ല. FIR എന്ന് പറയുന്നത് നിയമപരമായിട്ടൊരു എന്താ പറയുക ഒരു കൺവിക്ഷൻ അല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരാളുടെ പേരിലൊരു FIR വന്നാൽ അത് അയാൾക്കുണ്ടാക്കാവുന്ന വ്യക്തിപരമായ അയാളെക്കുറിച്ചുള്ള മൂല്യബോധത്തിൽ വരുന്ന അപജയം എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അതൊക്കെ ആലോചിച്ചും കണ്ടും വേണം പോലീസ് ഉദ്യോഗസ്ഥർ ഈ. പക്ഷേ സാറിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ പറയുന്ന കണ്ണൂർ സ്കൗഡ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ പോലീസിങ് ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ബഹുമാനം തോന്നിയിട്ടുള്ളത് ഞാൻ മുമ്പ് സാറിനോട് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് മനുഷ്യാവകാശ കമ്മീഷനിലിരിക്കുമ്പോൾ ഇവിടെ 5.5 ലക്ഷം ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടു പോയി എന്ന് ഒരു IPS ഓഫീസർ കണ്ടെത്തുകയും അത് എഴുതി വെക്കുകയും കൃത്യമായി അത് തെളിയിക്കാൻ പറ്റുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സ്ട്രെയിഞ്ച് ആയിരുന്നു. കാരണം അതിന് ആദ്യം കേരള ആക്ട് പഠിക്കണം, KLC ആക്ട് പഠിക്കണം. കേരളത്തിലെ ഭൂനിയമങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ? നമ്മളുടെ മലയോര മേഖലയിലുള്ള ഒരുപാട് ഭൂമികൾക്ക് അവരുടെ ആധാരം എവിടെയെന്ന് ചോദിച്ചാൽ കാണിക്കാനില്ല എന്നുള്ളതൊരു വസ്തുതയായിട്ട് ഇന്നും തുടരുകയാണ്. ഇപ്പോൾ ഞാൻ താങ്കളുടെ വീട്ടിൽ വന്ന് ഇത് സർക്കാർ ഭൂമിയാണെന്ന് പറഞ്ഞാൽ താങ്കൾ പറയും സാറിൻ്റെ പണിക്ക് പോകണം എന്ന് പറഞ്ഞൊരു ആധാരം എടുത്ത് കാണിക്കും. അങ്ങനെ കാണിക്കാൻ പറ്റാത്ത 5.5 ലക്ഷത്തോളം ഏക്കർ കേരളത്തിലുണ്ട് എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ സർക്കാർ ഭൂമിയാണെന്നാണ് ഞാൻ കണ്ടു മനസ്സിലാക്കിയത്. അത് ഞാൻ മാത്രമല്ല, ഇതുപോലെ രാജമാണിക്യത്തിൻ്റെ റിപ്പോർട്ടും ഇതുപോലെ ഉണ്ടായിരുന്നു. പണ്ട് സുശീല ഭട്ട് എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് ഇതിനു വേണ്ടി വളരെ ഘോരം ഇതിനു വേണ്ടി നിലപാടെടുത്തിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ നമ്മുടെ അഡ്വക്കേറ്റ് ജനറലിനും ഒക്കെ ഇതിനെക്കുറിച്ച് ധാരണയുള്ളതാണ്. അവരിപ്പോൾ കേസുകൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും വളരെ പ്രബലമായി എത്രയോ കൊല്ലങ്ങളായി കൈവശം വെച്ചുകൊണ്ടിരിക്കുക. അതായത് പല ഭൂമികളുടെയും കൈവശാവകാശം ഇപ്പോഴുള്ള ആൾക്കാർക്ക് ഇത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷുകാരുടേതായിരുന്നെന്നും ഇപ്പോൾ ഒരു പ്രമുഖമായ ഒരു കമ്പനിക്ക് ഏകദേശം 1.5 ലക്ഷത്തോളം ഏക്കർ ഭൂമി ഉള്ളതായിട്ടും അത് എങ്ങനെ കൈവന്നു എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയേണ്ടത് താങ്കളോടല്ല, ഞാൻ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ താങ്കൾക്ക് ഇത് ചോദിക്കാനുള്ള അവകാശമില്ല എന്നോട് പറയുകയും അത് കേസെടുപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ ഞങ്ങൾ ചെന്ന് പറയുകയും ഇത് ദേശവിരുദ്ധമായ പ്രക്രിയയാണെന്ന് ബോധ്യപ്പെടുത്തിയപ്പോൾ ഹൈക്കോടതി അവരോട് പറഞ്ഞു, നിങ്ങൾ ആ രേഖകൾ അവരെ കാണിക്കുക, എന്താണ് നിങ്ങളുടെ ഉടമസ്ഥാവകാശ രേഖകൾ എന്ന് പറഞ്ഞാൽ കാണിക്കുക. അതിന് പറഞ്ഞ മറുപടികൾ വളരെ വളരെ രസകരമായിരുന്നു. 1879 ജോൺ ഡാനിയൽ മൺറോ എന്ന സായിപ്പ് ഇത് പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യാൻ തുടങ്ങി. ആരിൽ നിന്ന് പാട്ടത്തിനെടുത്തതെന്ന് പോലും അവരുടെ രേഖകളിലില്ല. കാരണം അന്നത് വനമേഖലയാണ്. അന്ന് ഈ വന നിയമങ്ങളൊന്നും ശക്തമായിട്ടില്ല, ബ്രിട്ടീഷ് കാലമാണ്. ജോൺ ഡാനിയൽ മൺറോ 1879 ഏറ്റെടുത്ത കൃഷി നടത്തിയ ഭൂമി 1900 തിരുവിതാംകൂർ മഹാരാജാവ് ഒരു തീട്ടൂരം വഴി വകവെച്ച് കൊടുക്കുന്നു. ഇത് ശരി, ജോൺ ഡാനിയൽ മൺറോയ്ക്ക് ഇവിടെ കൃഷി ചെയ്യാം. അദ്ദേഹം അവിടെ ഒരു സൊസൈറ്റി ഉണ്ടാക്കുന്നു. പിന്നീട് എന്ത് നടന്നു എന്ന് ചോദിക്കുമ്പോൾ അത് ഏതോ ബ്രിട്ടീഷ് കമ്പനിയിൽ നിക്ഷിപ്തമായിരുന്നു ആ ഭൂമിയെന്ന് അവർ തന്നെ പറയുന്നു. നമ്മൾ സമ്മതിക്കുന്നു. അടുത്ത രേഖ 1976 ഈ ബ്രിട്ടീഷ് കമ്പനിയിൽ നിന്ന് നമ്മുടെ ഒരു ഇന്ത്യൻ കമ്പനി ഇത് മേടിച്ചതായിട്ടുള്ളൊരു രേഖ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സഹോദരന്മാരെ, ഇവിടെ 1947 ഒരു ചെറിയ വിശേഷം നടന്നിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം നിലവിൽ വരികയും ആ നിയമം 1980 ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ആയപ്പോൾ, നമുക്ക് സ്വന്തമായൊരു ഭരണഘടന ഉണ്ടായപ്പോൾ ഇല്ലാതാവുകയും ചെയ്തു. അതിൽ ആർട്ടിക്കിൾ 296 എന്ന് പറയുന്ന സാധനവും ഒരു വകുപ്പും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിൽ 5, 6, 7 എന്ന് പറഞ്ഞ വകുപ്പുകളും ചേർത്ത് വായിച്ചു കഴിയുമ്പോൾ 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി മുതൽ
ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ കരാറുകളും റദ്ദ് ചെയ്യപ്പെടുകയും അവർ കൈവശം വെച്ചിരുന്ന എല്ലാ ഭൂമികളിലും സർക്കാരിൽ നിക്ഷിപ്തമാകണമെന്നും അനുശാസിച്ചിരിക്കുന്നു. ഈ എന്താ പറയുക, ഈ തരത്തിലുള്ളൊരു അനുശാസനമല്ലാതെ അത് ഫലപ്രദമായി നടപ്പിൽ വരുത്തിയ ഒരു സംവിധാനവും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സങ്കടകരമായ. അതിനുശേഷം അവർക്ക് വാങ്ങലും വിൽക്കലും ഒക്കെ ചെയ്യാൻ പറ്റി. ആക്ച്വലി സർക്കാരിന്റെ ഭൂമിയിൽ, സർക്കാരിൻ്റെ ഭൂമിയാണ്. ശ്രീ ശബരീശ ദീനദയാലമേ മലവാഴും ശ്രീകണ്ഠ ശരണം ശരണം നിൻ പദകമലം. Chapter 4. A chapter with endless stories.